നമസ്കാരം. നരേന്ദ്ര ദാമോദർദാസ് മോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യം നോക്കുമ്പോൾ പണ്ട് UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വിദേശ രാജ്യങ്ങൾ വലിയ തോതിലൊരു സുഹൃത്ത് ബന്ധം നമുക്ക് ഇന്ത്യക്കില്ലായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അതല്ല. നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയുമായി, ഇപ്പം ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ നരേന്ദ്രമോദിയുമായി നല്ല ഒരു ബന്ധമാണ് നിലനിർത്തി പോകുന്നത്. നമുക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും അവരോട് സംസാരിച്ചാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അതിന് വേണ്ട പരിഹാരങ്ങൾ അവർ ചെയ്തു തരും. ഇന്ത്യയെ ആക്രമിക്കാൻ ആരെങ്കിലും വരുന്നു എന്നറിഞ്ഞാൽ പോലും അവർ റഷ്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ മുൻപന്തിയിൽ വന്ന് നിൽക്കുമെന്നത് നമുക്ക് ഉറപ്പാണ്. കാരണം അത്രത്തോളം നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പേര് പ്രശംസി അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെല്ലാം മറ്റ് രാജ്യങ്ങളിലെ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ അവരുടെ പ്രധാനമന്ത്രിമാർക്ക് ഒക്കെ വലിയ തോതിൽ ഒരു ആകർഷകമായി എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് തന്നെ എക്സിൽ ഇപ്പോൾ ഒന്നാമതെത്തിയിരിക്കുന്നത്. ലോകരാജ്യങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ നമുക്ക് മനസ്സിലാകും. സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രധാനമന്ത്രിക്ക് 100 ദശലക്ഷത്തിലധികം പേരാണ് നരേന്ദ്രമോദിയെ എക്സിൽ ഫോളോ ചെയ്യുന്നതെന്നാണ് ഇപ്പോഴത്തെ പ്രധാന വാർത്ത. ലോക നേതാക്കളൊക്കെ പിന്തള്ളിയാണ് പ്രധാനമന്ത്രി ട്വിറ്ററിന്റെ പുതിയ വെർഷനായ എക്സിൽ മുന്നേറുന്നത്. ഏറ്റവും അധികം എക്സ് എന്ന സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്ന ഒരു പ്രശസ്തിയാണ് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് കിട്ടിയിരിക്കുന്നത്. എക്സിൽ നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് 100 മില്യൺ ഫോളോവേഴ്സാണ്. ഇത് ചെറിയൊരു നേട്ടമല്ല എന്നത് എടുത്തു പറയണം. അതായത് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം എത്രത്തോളം വലുതാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയയിൽ ഇത്രയേറെ ജനപിന്തുണ ലഭിക്കുന്നത് വളരെ അപൂർവമാണ്. ഇന്ത്യൻ നേതാക്കളെ ഫോളോ ചെയ്യുന്നവരുടെ കണക്ക് പരിശോധിച്ചാൽ രാജ്യത്ത് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള രാഷ്ട്രീയക്കാരന് മോദി തന്നെയായിരിക്കും. അത് എല്ലാ നവമാധ്യമ പ്ലാറ്റ്ഫോമിലും നമുക്കൊന്ന് പരിശോധിച്ചാലും മോദി തന്നെയായിരിക്കും മുൻപന്തിയിലെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുലിന് 26.4 മില്യനും ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിന് 27.5 മില്യൺ ഫോളോവേഴ്സുമാണ് ഉള്ളത്. എല്ലാ പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാരെക്കാളും ജനപിന്തുണ മോദിക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ. എല്ലാ നവമാധ്യമങ്ങളിലെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനപിന്തുണ മോദിക്ക് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ബാക്കി വിദേശ രാജ്യങ്ങളിലെ മറ്റ് പ്രസിഡന്റുമാർക്ക്. ആ വിദേശ രാജ്യത്തെ കണക്ക് നോക്കുമ്പോൾ US പ്രസിഡന്റായ ജോ ബൈഡനേക്കാളും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനേക്കാളും ഫ്രാൻസിന്റെ മാർപ്പാപ്പയെക്കാളും വലിയ തോതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നിട്ട് നിൽക്കുകയാണ്. 2009 മോദി ട്വിറ്ററിൽ ജോയിൻ ചെയ്തത്. ഏറ്റവും അധികം യൂസേഴ്സ് ഫോളോവേഴ്സ് എന്ന ആഗോള നേതാവ് എന്ന ഖ്യാതിയും മോദി സ്വന്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷത്തിനിടെ മാത്രം 30 മില്യൺ എക്സ് ഫോളോവേഴ്സ് ആണ് മോദിയെ ഫോളോ ചെയ്യുന്നത്. രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല, ആഗോള ജനപിന്തുണ നേടിയിട്ടുള്ള പല കായിക താരങ്ങളുമുണ്ട്, പല ബിസിനസ് ആൾക്കാരുണ്ട്, പല രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്, കായിക താരങ്ങളുണ്ട്, ഉൾപ്പെടെ ലോകത്തിലെ സാധാരണക്കാർ വരെ നരേന്ദ്രമോദിയെ ഫോളോ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി എന്ന് തന്നെ എടുത്ത് പറയേണ്ടതാണ്. ഇക്കാര്യം പ്രധാനമന്ത്രി തന്നെയാണ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എക്സിൽ 100 ദശലക്ഷം ഈ ഊർജ്ജസ്വലമായ മാധ്യമത്തിൽ ഉണ്ടായിരിക്കുന്നതിലും ചർച്ചകൾ, സംവാദങ്ങൾ, ഉൾക്കാഴ്ചകൾ, ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ, ക്രിയാത്മക വിമർശനങ്ങൾ എന്നിവയും അതിലേറെയും വിലമതിക്കുന്നതിലും സന്തോഷമുണ്ട്. ഭാവിയിലും തുല്യമായ ഇടപെടൽ സമയത്തിനായി കാത്തിരിക്കുന്നുവെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. നരേന്ദ്രമോദി രാജ്യത്തിന്റെ മൂന്നാമതും പ്രധാനമന്ത്രിയായി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ, രാഷ്ട്രതന്ത്രങ്ങളൊക്കെ കണ്ടുപിടിക്കാനാണ് ഓരോ ലോക നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം എക്സിലായിരുന്നാലും ശരി, യൂട്യൂബിലായിരുന്നാലും ശരി, ഫേസ്ബുക്കിലായിരുന്നാലും ഉൾപ്പെടെയുള്ള നവമാധ്യമങ്ങളിലെല്ലാം അദ്ദേഹം 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.